ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചില ദിവസങ്ങളിൽ വീട്ടിലെ ചെറിയ ജോലികൾക്കായിട്ടാണല്ലേ മുഴുവൻ സമയവും പോകുന്നത്. ഇന്നും അങ്ങനെ ഒരു ദിവസമാണ്. വരൂ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നെന്ന് കണ്ടാലോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തുടക്കം. ആ മഴയും കണ്ട് കുറച്ചു സമയം അങ്ങനെ നിന്നു. ആ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു സുഖാണല്ലോ. മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അകത്തേക്കൊക്കെ പോയി ഒരു ഗ്ലാസ് ചായയൊക്കെ ഇങ്ങനെ കുടിച്ചതിന് ശേഷം മഴക്കൊരു ചോർച്ച കണ്ടപ്പോ ഇങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണെങ്കിലോ ആ ഇറങ്ങി നോക്കിയപ്പോ ഉള്ള കാഴ്ച എന്റെ മനസ്സിനെ ഒന്നടെ വിഷമിപ്പിച്ചുട്ടോ. എന്താണെന്നല്ലേ, ഞാനിങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകള്, ചകിരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു മൂലയാണ്. നമുക്ക് വീടിനൊരു മൂല ഉണ്ടാവുമല്ലോ, ആ മൂലയാണ് കേട്ടോ ഇത്. ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് വന്ന് നോക്കണ സമയത്തേന് അത് ഫുള്ള് നായ്ക്കളെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഓരതൊക്കെ വലിച്ചിട്ടിട്ട് എനിക്ക് നല്ലൊരു മുട്ടം പണി തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് അവിടെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തത് വെച്ചാല് അത് നന്നാക്കിയിട്ട് ഇനി ബാക്കിയുള്ള പണികൾക്ക് നിക്കാന്ന് വിചാരിച്ചിട്ട് അത് നന്നാക്കാൻ വേണ്ടി നിക്കാണ് കേട്ടാ. ഞാൻ പിന്നെ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടാ. അതിന് നിന്നാ ഇനി ഇത് വേണമെങ്കിൽ ഇനിയും മഴ പെയ്ത് കാണ്ട് ഇനിയും വൈകല്ലേ വിചാരിച്ചതാണ്ട് ഞാൻ വേഗം തന്നെ ഇത് വൃത്തിയാക്കാൻ വേണ്ടി നിന്നുട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും ഒരു അരുവിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ കടലാസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടുത്തെ വേസ്റ്റുകള്, ഇനിയിപ്പോ ഇങ്ങനെ അടിച്ചൊരു കൊണ്ടുവന്നിടണ്ട, അതിപ്പോ തന്നെ കത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് കത്തിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ അവിടെ ഒന്ന് അടിച്ചു വാരി നന്നാക്കുന്നുണ്ട് കേട്ടോ. മിറ്റം അടിച്ചു വാരിയിട്ടില്ലായിരുന്നല്ലോ ഇപ്പൊ ഏതായാലും, അപ്പൊ അത് അടിച്ചു വാരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ആയ സമയത്താണ് ഇന്നലെ ഇങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴേലും ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ചവിട്ടിയോ അങ്ങനത്തെ ഒന്നും എപ്പോഴൊന്നും തിരുമ്പാനും വയ്യല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഏതായാലും ഇപ്പൊ ഇനി ഇറങ്ങിയില്ലേ, ഇനിയിപ്പോ ഇന്ന് കുറച്ചൊക്കെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിക്കാന്ന് വിചാരിച്ചതാണ്ട് ചവിട്ടിയൊക്കെ സർപ്പും പൊടിയിലൊക്കെ ഇട്ടിച്ചിട്ട് തോരടുന്നിട്ട് തിരുമ്പിക്കാണ്ട്, പിന്നെ കുട്ടിന്റെയും തന്നെ ഒന്ന് രണ്ട് മൂന്നാല് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതും തിരുമ്പി ഈ ചവിട്ടിയാളൊക്കെ ഒന്ന് തിരുമ്പിട്ടുകാണ്ട് ഇന്നത്തെ ദിവസം അങ്ങനത്തെ പണികൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടോ. എന്നും ഞമ്മള് വീട്ടിലത്തെ അകത്തത്തെ ജോലികളും ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ തന്നെയല്ലേ, ഇന്ന് ഇങ്ങനത്തെ ജോലികൾക്കൊക്കെ നിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് പിന്നെ അത് ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. വന്നുകാണ്ട് പിന്നെ ഇങ്ങനെ അകത്തേക്ക് എത്തിയപ്പോ നോക്കുമ്പോ മോളൊക്കെ ഒന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ എല്ലായിടത്തും തുടക്കലും കഴിഞ്ഞുട്ടാ. ഇന്ന് പിന്നെ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികള് നിന്നാ പിന്നെ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ നേരം വൈകുമല്ലോ. അങ്ങനെ പിന്നെ പറഞ്ഞല്ലേ മോള് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നോന്ന്. പിന്നെ ഓള് കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കിച്ചു തുടക്കലൊക്കെ പിന്നെ അവിടെ ആദ്യം കഴിഞ്ഞതാണ് കേട്ടാ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഡ്രസ്സുകൾ തിരുമ്പാണ്ടായിരുന്നു. അപ്പൊ അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചാല് അത് നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന കുളിക്കാനൊക്കെ ആവുമ്പോഴേക്ക് അതും വൈക്കോളും അവിടെ അലക്കി കഴിഞ്ഞോളുമല്ലോ വിചാരിച്ചുകൊണ്ട് അതും തിരുമ്പാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് തിരുമ്പാനിട്ടും ചെയ്തു. പിന്നെ അയക്കയിലുള്ള ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അത് മടക്കി വെക്കാലോ വിചാരിച്ചിട്ട് അത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ അധിക ദിവസങ്ങളിലും നല്ല മഴയാണല്ലോ അല്ലെ. അപ്പോ പിന്നെ ഡ്രസ്സുകളൊന്നും നമ്മൾ നോക്കുമ്പോള് നമുക്ക് തോന്നും ഉണങ്ങിക്കണം, പക്ഷെ ശരിക്കും ഇങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഒരു നനവ് ഇങ്ങനെ കുറച്ചുള്ള പോലെ തോന്നും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടതാണല്ലോ എന്നൊക്കെ കരുതികാണ്ട് ആദ്യമുള്ള ഡ്രസ്സൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഞാൻ കാക്കാന്റെ വീട്ടിലേക്ക് പോകണം. മോളിന്ന് നേരത്തെ എണീറ്റോണ്ട് തന്നെ കാക്കാന്റെ വീട്ടിലേക്ക് പോകണം പറഞ്ഞിക്കാണ്ട് അങ്ങോട്ട് പോയിരുന്നു. ഓളെ കാക്കാന്റെ മോൻ വന്നിട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഓക്ക് അവിടെ ഈ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഓളെ താത്തയും കാക്കയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ പോകും കേട്ടോ. പിന്നെ ഞാൻ അംഗൻവാടിക്കുള്ള ഡ്രസ്സും കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അതിനുള്ള അംഗൻവാടിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പോകാലോ എന്നൊക്കെ വിചാരിച്ചുകാണ്ട് ഡ്രസ്സും കൊണ്ട് പോയതാണ്. ഓളോളം മൂത്തമ്മാക്ക് സ്ഥലമൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടാ. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം അവിടേക്ക് പോയാൽ പിന്നെ ഓൾ അവിടെ ഒട്ടും, പിന്നെ പോരാൻ ഭയങ്കര പണിയാണ്. പിന്നെ ഞാൻ ഓളെ നഖം മുറിച്ച് കൊടുക്കലും അങ്ങനത്തെ പണികളൊന്നും കഴിയാതെയായിരുന്നു താഴത്തേക്ക് പോയിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അംഗൻവാടിക്ക് കൊണ്ടാക്കിട്ടോ. അവിടുന്ന് പോയി വന്നതിന് ശേഷം പിന്നെ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. കുക്കിങ് മുരിങ്ങൻ്റെലയും ഫിഷ് ഫ്രൈ ആയിരുന്നു ഇന്ന്.
അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഓൾ അംഗൻവാടിയിലേക്ക് കൂട്ടാൻ വേണ്ടി പോയത് നാത്തൂനായിരുന്നു കേട്ടാ. ഓര് പിന്നെ ഓൾ അംഗൻവാടിക്ക് പോയതിന്റെ ശേഷമാണ് വന്നത്. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ പോയിക്കോളാറിന് കണ്ട് പോയതായിരുന്നു കേട്ടാ. ഓൾ ഇന്ന് അംഗൻവാടിയിലേക്ക് പോയത് കാക്കാന്റെ വീട്ടിൽ നിന്നാണല്ലോ. അപ്പൊ താത്താനോട് പറഞ്ഞിട്ടുണ്ടല്ലോ പോരുമ്പോഴും എനിക്ക് അങ്ങോട്ട് തന്നെ പോയാ മതി എന്നൊക്കെ. അപ്പൊ താത്ത കേൾക്കാതെ കുറഞ്ഞതിന്റെ ഒരു ചെറിയൊരു പിണക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പിണക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വൈകുന്നേരം ഞങ്ങളവിടെ മേലെ ഇങ്ങനെ ഒരു പാർക്കൊക്കെ ഉണ്ട്, വിദ്യാനഗർ സ്കൂൾ അവിടെയാണ്. അവിടേക്കൊക്കെ പോയിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് പാർക്കിലൊക്കെ കുറച്ചു നേരം കളിച്ച് അങ്ങനെ ഓൽക്കും കുറച്ചു നേരം ഒരു ഇതാവട്ടെ, എൻജോയ്മെന്റ് ഒക്കെ ആവട്ടെ വിചാരിച്ചിട്ട് ഓലെ കുറച്ചു നേരം പാർക്കൊക്കെ കൊണ്ടുപോയി. കുറച്ചൊക്കെ ദൂരം നടക്കാണ്ട്. അപ്പൊ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ പോകുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഒരു സാധാരണ ദിവസങ്ങളാണല്ലേ പിന്നീട് മനോഹരമായ ഒരു ഓർമ്മകളായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.